ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു വർക്ക് ഡേ ആണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ബിക്കോസ് എൻ്റെ വീട്ടിൽ വൈഫൈ ശരിയാവണില്ല. ആൻഡ് ദർ സം ഇഷ്യൂ വിത്ത് ദാറ്റ്. സോ ഐ വാസ് തിങ്കിങ് ലൈബ്രറി പോവാം, ലൈബ്രറി ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെയും ലൈബ്രറീസ് കാണിക്കാം, ഇവിടുത്തെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. സോ യാ, ബസ്സിലാണ് പോകാൻ പോണത്. Isn't it beautiful? Like the view here, it's really beautiful. Like see, നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ആണ് കാണുമ്പോൾ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് and all that thing. And sky is so clear. So yeah, that's about morning thing. Now ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Okay, so I'll tell you very interesting facts about buses in Canada. First, it's very convenient. രണ്ടാമത്, ഓരോ 500 മീറ്റേഴ്സിലും ബസ് സ്റ്റോപ്സ് ഉണ്ട്. ആൻഡ് ഓരോ 5 to 10 മിനിറ്റ്സിലും ബസ്സസ് അവൈലബിൾ ആണ് ഇവിടെ. വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതാണ് പ്ലസ് ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 hours വരെ നമുക്ക് ഈ കാനഡയിൽ ഏത് സ്ഥലത്തിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എത്ര ബസ് വേണമെങ്കിലും കയറാം. ഫസ്റ്റ് ടൈം ടാപ്പ് ചെയ്യുമ്പോൾ $3 പിടിക്കും. പിന്നെ അതിന് ശേഷം 2 hours കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുള്ളൂ. ഇത് ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ലൈബ്രറി പോണ വഴിയാണ്. ഇതാണ് നമ്മുടെ ലൈബ്രറി. നമ്മളിവിടെയാണ് പോയിട്ട് ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ പോണത്. ഞാൻ ഓൾറെഡി ലേറ്റാണ്. സോ ഞാൻ വേഗം പോകാൻ നോക്കുക. എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോയിട്ട് ഇരുന്നിട്ട് സെറ്റിലായിട്ടൊന്ന് ശരി. ഇവിടുത്തെ ലൈബ്രറീസ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആൻഡ് ദേ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഫെസിലിറ്റീസ്. സോ നമുക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം വിതൗട്ട് എനി മെമ്പർഷിപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടും. ലൈക്ക് വീഡിയോ ഗെയിംസ്, നമുക്ക് അവൻ്റെ കമ്പ്യൂട്ടേഴ്സ് ആക്സസ് ചെയ്യാം ആൻഡ് മെനി മോർ തിങ്സ്. ആൻഡ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ഓൾ ഫ്രീ ഓഫ് കോസ്റ്റ്. സോ എൻ്റെ വർക്കൊക്കെ കഴിയാറാവുമ്പോൾ ഹി ഓൾസോ കെയിം, ലൈക്ക് ഹി ഓൾസോ വാണ്ടഡ് ടു വിസിറ്റ് ദ ലൈബ്രറി. അപ്പോഴേക്ക് എക്സ്പ്രഷൻ മാറ്റി. എനിക്ക് ഇന്നത്തെ കിട്ടിയ സ്പോട്ട് അടിപൊളി സ്പോട്ടായിരുന്നു. സൈഡിൽ നേച്ചർ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് സോ പീസ്ഫുൾ. കാനഡയിൽ നിന്ന് വന്നപ്പോൾ കാനഡേൻ്റെ സ്റ്റൈലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ആള്. ലൈബ്രറി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നെ പിക്കപ്പ് ചെയ്യാൻ ഒരാൾ വന്നിരിക്കണോ? ഇനി എന്തേലും എവിടെയെങ്കിലും വെറുതെ ഒന്ന് നോക്കാം എന്നാണ് വിചാരം. എന്തെങ്കിലും പറഞ്ഞ നമ്മൾ ഇപ്പോൾ ഉള്ളത് കെനഡി ക്വീൻ എൻട്രൻസ് സെക്ഷനിലാണ്. രണ്ടുപേര് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും ആലോചിക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകും. മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡോളർ ട്രീയിലാണ്. ദാറ്റ്സ് ഒരു സ്റ്റോറാണ്. ഇവിടെ എല്ലാം നമുക്ക് $1, $2, $3, $4 ആ ഒരു റേറ്റിൽ കിട്ടും. ചുമ്മാ വന്നോ. ഒരേധികം സാധനങ്ങളുണ്ട് ഇവിടെ. ഒക്കെ $1-2 ആ റേഞ്ചിലാണ് സംഭവമുണ്ട്. അതേ പോയിട്ട് വന്നു. നമുക്ക് ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടും കൂടി പോവാം. അവിടെ കുറച്ച് സാധനം വാങ്ങിക്കാൻ തരും. ഡ്രഗ് മാർട്ട് പറഞ്ഞാൽ അങ്ങനത്തെ ഡ്രഗ് മാർട്ടല്ല കേട്ടോ. ഇവിടുത്തെ ഡ്രഗ് മീൻസ് മെഡിക്കൽ സ്റ്റോർ. ഇവിടുത്തെ ഒരു നല്ല കാര്യം, എല്ലാവരും ഫോളോ ചെയ്യണ കാര്യം ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം പ്രസ് ചെയ്യണം. ഈ ഒരു സംഭവം പ്രസ് ചെയ്യണ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വാക്കിൻ്റെ സിമ്പിൾ വരും. അപ്പോഴേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുന്നേ നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഇല്ലീഗൽ ആൻഡ് യു വിൽ ബി ഗെറ്റ് ഹിറ്റ് ബൈ എ കാർ. ഇതാണ് നമ്മുടെ ട്രക്ക് മാർട്ട്.
കണ്ടില്ലേ, ഈ ഒരു സിമ്പിളിലെ ആൾക്കാർ ഇവിടെ ക്രോസ് ചെയ്യുള്ളൂ, അല്ലാതെ ഇവിടെ ആരും ക്രോസ് ചെയ്യാറില്ല. അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഇനി ഒരു ഗ്രോസറി ഷോപ്പിംഗ് കൂടി നോക്കിയാലോ? What do you think? നോക്കിയാലോ ആള് ക്യാമറ ഓൺ ആകുമ്പോഴേക്കും വേറൊരാളായിട്ട് മാറുകയാണ്. ഡീസന്റ് ഫെല്ലോ, റൈറ്റ്? മുഖം കണ്ടാ മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നമ്മളെന്താ പോകുന്നത് ഇവിടെ ഫ്രഷ്കോ. ഏകദേശം കാനഡയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് ഫ്രഷ്കോ. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഗ്രോസറീസ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടും, ആൻഡ് സം ഇന്ത്യൻ ഐറ്റംസും ഈ ഒരു ഫ്രഷ്കോയിൽ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ അവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇത്രത്തോളം വെറൈറ്റീസ് ഓഫ് ചിക്കൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്തൊരു സെക്ഷനാണ് ഷോ. ഇവിടുന്ന് തൊട്ട് അതുവരെയും ചിക്കനാണ്. അതും പോരാട്ടെ ഇവിടെയും ചിക്കൻ തന്നെയാണ്. ഇനി അതൊന്നും പോരാണ്ട് ചിക്കനിൽ തന്നെ വെറൈറ്റികൾ. ഇതൊക്കെ ഒരു മീറ്റാണ്. നൂഡിൽസ് പോലത്തെ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പിന്നെ എന്തൊക്കെയോ ടൈപ്പ് ചിക്കൻ, എന്തൊക്കെയോ ടൈപ്സ്. കാല് മാത്രം, കൈ മാത്രം, എന്തൊക്കെയോ ടൈപ്പ്. പിന്നെ സ്ലൈസ്ഡ് ആയിട്ടുള്ളത്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്രത്തോളം ചിക്കൻ നമ്മൾ നാട്ടിൽ കാണാൻ കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ അതുവരെ പേഴ്സണലി പാലക്കാട് കണ്ടിട്ടില്ല. പറ്റിയ ന്യൂ തിങ്. അത് കണ്ട നമുക്ക് പാലിൻ്റെ സെക്ഷൻ ഉണ്ട്. പാല് പലതരം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, അറിയോ? 2%, 3%, 7%. ഈ % പാലൊക്കെ നമുക്ക് അവിടെ കിട്ടാറില്ല. വേറൊരു സംഭവം കാണിച്ചു തരാം. മിൻറ്റ് ചട്നിയും തേങ്ങ ചട്നിയും ഒക്കെ പാക്കഡായിട്ടാണ് ഇവിടെ ഉള്ളത്. മസാല ദോശ ഇതൊക്കെ നമ്മൾ അവിടെ കാണുമോ? അല്ല, മസാല ഇഡ്ഡലിയും ഉണ്ട്. ഒരു സാധനം കൂടി, യു ലൈക്ക് ഇറ്റ്. ഈ കാണുന്ന ഫുൾ സെക്ഷൻ ബിയർ ആൻഡ് ആൽക്കഹോളാണ്. പക്ക ആൽക്കഹോളല്ല, ബട്ട് ലൈക്ക് മിക്സ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. രാഖി ഇവിടെ കാനഡയിൽ. ഇനി വേറെ എന്ത് വേണം പറ, എന്ത് വേണം? രാഖിയും കൂടി കണ്ടപ്പോൾ മനസ്സ് തൃപ്തിയായി. ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് എൻഡ് ചെയ്തിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഫ്രണ്ട്സ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.